Next lab is lab 27 increasing and decreasing functions. ഇതും വളരെ എളുപ്പമുള്ളൊരു ലാബാണ്. ഇതിനകത്ത് നമുക്ക് 4 ക്വസ്റ്റ്യൻസ് ആണ് മൊത്തമുള്ളത്. ഈ 4 ക്വസ്റ്റ്യൻസും കൂടെ ആയിട്ട് 10 മാർക്കുണ്ട്. ഇവിടെ നമുക്ക് ഈ ഓരോ ക്വസ്റ്റ്യനും ഇൻഡിപെൻഡൻറ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഓരോന്നും ഓരോ ഫ്രഷ് പേജിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യനൊക്കെ നമുക്ക് കളയാവുന്നതാണ്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ നമുക്ക് കളയാൻ പറ്റില്ല, കാരണം ഇത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിളാണ്, അത് കളയേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ നമുക്ക് കളയാവുന്നത് ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. അതൊരു ട്രിഗ്നോമെട്രിയുടെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്ക് ചെയ്തു തുടങ്ങാം. ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 3x² മൈനസ് 1. അപ്പം എക്സ് ക്യൂബ് പ്ലസ് 3x² മൈനസ് 1 ഇതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഫംഗ്ഷൻ. ഇവിടെ observe the graph and find the intervals in which the function is increasing or decreasing. ഈ ഗ്രാഫിൻ്റെ അകത്ത് ഫംഗ്ഷൻ ഇൻക്രീസിങ് അല്ലെങ്കിൽ ഡിക്രീസിങ് ആവുന്ന ഇൻ്റർവെൽസ് കണ്ടുപിടിക്കാനായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് നമ്മൾ ചെയ്യുന്നത്, ഇവിടെ ഫംഗ്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന് 2 ടേൺസ് ഉണ്ട്. ഈ ടേൺസ് വരുന്നിടത്തുനിന്ന് എക്സ് ആക്സിസിലേക്ക് നോക്കുക. എക്സ് ആക്സിസിൽ ഇവിടെ വരുന്നത് -2ഉം ഈ ടേണിൽ നിന്ന് എക്സ് ആക്സിസിലേക്ക് നോക്കുമ്പോൾ ഇവിടെ വരുന്നത് 0യുമാണ്. അപ്പോൾ നമുക്ക് 2 പോയിന്റ്സ് ഇവിടെ കിട്ടി. ആരൊക്കെയാണ് 2 പോയിന്റ്സ്? -2ഉം 0. അപ്പോൾ ഇവിടെ ആരുണ്ട്? ഇവിടെ -∞ ഉണ്ട്, ഇങ്ങേറ്റത്ത് +∞ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ 3 ഇൻ്റർവെൽസ് ആയിട്ട് കിട്ടി. -∞ മുതൽ -2 വരെ ഒരു ഇൻ്റർവെൽ, -2 മുതൽ 0 വരെ അടുത്ത ഇൻ്റർവെൽ, 0 തൊട്ട് ∞ വരെ മൂന്നാമത്തെ ഇൻ്റർവെൽ. അങ്ങനെ നമുക്ക് 3 ഓപ്പൺ ഇൻ്റർവെൽസ് കിട്ടി. ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻ്റെ അകത്ത് ഇൻ്റർവെൽസ് എല്ലാം എപ്പോഴും ഓപ്പൺ ഇൻ്റർവെൽസ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇൻ്റർവെൽസ് കിട്ടി. ഇനി നമുക്കിത് ചെക്ക് ചെയ്യാം. ഇവിടെ എപ്പോഴും നമ്മളൊരു ഗ്രാഫ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടത്തെ സൈഡിലേക്ക് കൊണ്ടായിരിക്കും കേഴ്സർ വെക്കുക. ഇടത്തെ സൈഡിൽ കൊണ്ടുവച്ചപ്പോൾ നമ്മളിതിങ്ങനെ പതുക്കെ മൂവ് ചെയ്ത് നോക്കും. അപ്പോൾ ഇത് കേഴ്സർ മേളിലേക്ക് കയറിയാണ് പോകുന്നത്. എവിടെ വരെ? ഈ ടേൺ വരെ. അതായത് -∞ മുതൽ -2 വരെ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ്. അത് കഴിഞ്ഞിട്ട് താഴേക്കാണ് പോകുന്നത്, അതായത് ഇവിടെ വരെ. അതായത് -2 മുതൽ 0 വരെ ഫംഗ്ഷൻ ഈസ് ഡിക്രീസിങ്. വീണ്ടും 0 തൊട്ട് ∞ വരെ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ്. അപ്പോൾ ആ രീതിയിലാണ് ഇവിടെ വരുന്നത്. -∞ മുതൽ -2 വരെ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ്, മുകളിലേക്കാണ് പോകുന്നത്. -2 മുതൽ 0 വരെ ഫംഗ്ഷൻ ഈസ് ഡിക്രീസിങ്. 0 തൊട്ട് ∞ വരെ വീണ്ടും ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ്. അപ്പോൾ ഈ രീതിയിലാണ് ഇത് പോകുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ എങ്ങനെ എഴുതാം? -∞ മുതൽ -2 വരെ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ്, -2 മുതൽ 0 വരെ ഫംഗ്ഷൻ ഈസ് ഡിക്രീസിങ്, വീണ്ടും 0 മുതൽ ∞ വരെ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് ഫ്രഷ് പേജിൽ ചെയ്യാം. ഇപ്പോൾ തൽക്കാലം ഞാനിത് ഡിലീറ്റ് ചെയ്യുമ്പോൾ ഓക്കെ. അതിന് മുൻപ് വേറൊരു കാര്യം ഇവിടെ പറയാം. ഇപ്പോൾ ഈ ഫംഗ്ഷൻ്റെ അകത്ത് നമുക്ക് ഈ ടേൺസ് കൃത്യമായിട്ട് -2ലും 0ലും ആണെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഇൻ്റർവെൽ തിരിക്കാൻ പറ്റിയത്. ചില കേസിൽ ഈ ടേൺ നമുക്ക് കറക്റ്റ് എവിടെയാണ് വന്ന് വീഴുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ടേൺ ഇച്ചിരി ഇങ്ങോട്ടേക്കൊക്കെ മാറിയാണെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ ആ പോയിൻറ്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എടുക്കും. ഇത് ഈ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടില്ല, ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ. എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് f' കണ്ടുപിടിക്കും. f' കണ്ടോ, എക്സ് ആക്സിസിലൂടെ കടന്നു പോകുന്ന ആ ലൈൻ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് -2 0 ആണ്. അപ്പോൾ f' എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിൻറ്റ്സിലാണ് നമ്മുടെ ഫംഗ്ഷൻ്റെ ടേൺസ് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാവാൻ വേണ്ടി കാണിച്ചു എന്നേ ഉള്ളൂ. ഡിലീറ്റ് ചെയ്യാം. ഓക്കെ. അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മേക്ക് ദ ഡിസ്റ്റൻസ് ഓൺ എക്സ് ആക്സിസ് ഇൻ ടേംസ് ഓഫ് π/4. ഡ്രോ ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു sin x plus cos x. ഒബ്സർവ് ദ ഗ്രാഫ് ആൻഡ് ഫൈൻഡ് ദ ഇൻ്റർവെൽസ് ഇൻ വിച്ച് ദ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ഇൻ 0 to 2π. അതായത് ഇതൊരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ ആദ്യം ഇതുപോലൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, പിന്നെ ഒരു ട്രിഗ്നോമെട്രിയുടെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആ ട്രിഗ്നോമെട്രിയുടെ ക്വസ്റ്റ്യൻ്റെ കേസിൽ നമ്മൾ എക്സ് ആക്സിസിനെ π/4 ടേംസിലേക്ക് മാറ്റണം എന്നിവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ
π/4ലേക്ക് മാറ്റാൻ എക്സ് ആക്സിസ് ആണ് മാറ്റേണ്ടത്. അവിടെ നിന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അവിടെ ഗ്രാഫിക്സിൻ്റെ അകത്ത് ഈ രണ്ടാമത്തെ ഓപ്ഷൻ ട്രയാങ്കിൾ പോലത്തെ അവിടെ എക്സ് ആക്സിസ് ഉണ്ടാവും. അവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ 1ലാണ് കിടക്കുന്നത്, അതാണിത്. ഡിസ്റ്റൻസ് ഇപ്പോൾ നമ്മൾ പൈ ആക്കുവാണെങ്കിൽ പൈ വിട്ടിൽ കിട്ടും. π/2 ആക്കുവാണെങ്കിൽ π/2 വിട്ടിൽ കിട്ടും. നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് π/4 ആണ്. അപ്പോൾ π/4 എന്ന് ടൈപ്പ് ചെയ്യാം. ഇവിടെ π/4 ഇല്ലാത്തതുകൊണ്ട് π/4 എന്ന് ടൈപ്പ് ചെയ്താൽ മതി. എൻ്റർ ചെയ്യുമ്പോൾ കണ്ടോ π/4 വിത്തിൽ നമുക്ക് കിട്ടി. ഇനിയും ഇവിടെ sin x പ്ലസ് cos xൻ്റെ നേച്ചറാണ് സ്റ്റഡി ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ sin x പ്ലസ് cos x എന്ന് കൊടുക്കുമ്പോൾ നമുക്കിതുപോലെ sin x പ്ലസ് cos xൻ്റെ പടം വരും. ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട് 0 തൊട്ട് 2π വരെ നമ്മളിതിൻ്റെ നേച്ചർ സ്റ്റഡി ചെയ്താൽ മതി. അപ്പോൾ 0 തൊട്ട് 2π വരെ മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇതാണ് 0, ഇവിടെ 2π വരുമ്പോൾ ഇവിടെ വരും 2π. അപ്പോൾ 0 മുതൽ അപ്പോൾ 0 മുതൽ 2π വരെ ഉള്ള ഗ്രാഫിൻ്റെ കാര്യം നമ്മൾ നോക്കിയാൽ മതി. അതായത് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വരെയുള്ള ഗ്രാഫ്, ഇവിടെ വരെ വന്നിരിക്കുന്ന ഗ്രാഫിൻ്റെ കാര്യം നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ ആ ഗ്രാഫ് വരയ്ക്കാനായിട്ട് ഇവിടെ ഒരു സ്പെഷ്യൽ കമാൻഡ് ഉണ്ട്, നമുക്കറിയാം. ഈഫ് കമാൻഡ്. ഈഫ് സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുക. അതിൻ്റെ അകത്ത് എക്സിൻ്റെ വേരിയേഷൻ വരുന്നത് 0 തൊട്ട് 2π വരെയാണ്. അപ്പം 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π. അവിടെ ഏതാ ഫംഗ്ഷൻ? sin x പ്ലസ് cos x. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ sin x പ്ലസ് cos x. എൻ്റർ ചെയ്യാം. അപ്പം ഇത് കണ്ടോ, ഇത്രയുമായിട്ട് നമുക്ക് ഗ്രാഫ് കിട്ടി. അപ്പം ഈ കമാൻഡ് കൊടുത്ത് ആ ഭാഗം മാത്രം വരച്ചാലും ഇത് മാത്രമായിട്ട് വരച്ചാലും മതിയായിരുന്നു. അപ്പം നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഇല്ലെങ്കിൽ ഫുൾ ഗ്രാഫായിട്ട് വരച്ചിട്ട് ആ ഭാഗത്ത് മാത്രം നമ്മൾ ഇത് ചെക്ക് ചെയ്താൽ മതി, അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 0 മുതൽ 2π വരെയുള്ള ഇത് സ്റ്റഡി ചെയ്യാനായിട്ടാണ്. അപ്പോൾ 0 മുതൽ 2π വരെ നോക്കുകയാണെങ്കിൽ 2 ടേൺസ് ആണ് വരുന്നത്. ഒരു ടേണ് π/4ലും അടുത്ത ടേണ് 5π/4ലും. ഇപ്പോൾ ഇൻ്റർവെൽസ് എങ്ങനെ കട്ടാവും? 0 മുതൽ π/4 വരെ ഒരു ഇൻ്റർവെൽ, π/4 മുതൽ 5π/4 വരെ അടുത്ത ഇൻ്റർവെൽ, 5π/4 മുതൽ 2π വരെ അടുത്ത ഇൻ്റർവെൽ. അതായത് ഫംഗ്ഷൻ്റെ ടേൺ വരുന്നിടത്ത് വെച്ച് എക്സ് ആക്സിസിനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 3 ഇൻ്റർവെൽസ് ആയിട്ട് കിട്ടും. ഫസ്റ്റ് ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ ഈസ് ഇടത്തെ സൈഡിൽ കൊണ്ടുവെക്കുക, അവിടുന്ന് ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ്. അത് കഴിയുമ്പോൾ ഫംഗ്ഷൻ ഈസ് ഡിക്രീസിങ്. അടുത്ത ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ ഈസ് ഡിക്രീസിങ്, വീണ്ടും ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ്. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ നേച്ചർ വരുന്നത്. അപ്പോൾ 0 to π/4 ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ്, π/4 to 5π/4 ഫംഗ്ഷൻ ഈസ് ഡിക്രീസിങ്, 5π/4 to 2π വീണ്ടും ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ്. അങ്ങനെ 3 ഇൻ്റർവെൽസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ ആൻസേഴ്സ് നോക്കാം. 0 തൊട്ട് π/4 വരെ ഇൻക്രീസിങ്, π/4 to 5π/4 ഡിക്രീസിങ്, 5π/4 to 2π വീണ്ടും ഇൻക്രീസിങ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. ഇനിയും ഇത് നമുക്ക് വേണമെങ്കിൽ ചെയ്യാതെയും ഇരിക്കാം, ഇത് എളുപ്പമാണ്, ചെയ്താലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഡു ദ ഫോളോയിങ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ക്രിയേറ്റ് ആൻ അപ്ഡേറ്റ്. അപ്പോൾ ഇത് ഫ്രഷ് പേജിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇതൊരു ട്രിഗ്നോമെട്രിയുടെ ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതുപോലെ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്ത് ശ്രദ്ധിച്ചാലറിയാം, ആദ്യം വന്നിരിക്കുന്നത് ഒരു സാധാരണ ഫംഗ്ഷനാണ്, രണ്ടാമത് വന്നിരിക്കുന്നത് ഇതുപോലെ ഒരു ട്രിഗ്നോമെട്രിയുടെ ഫംഗ്ഷനാണ്, മൂന്നാമത് വന്നിരിക്കുന്നത് ഇതുപോലെ അപ്ലെറ്റാണ്, നാലാമതൊരു ഫംഗ്ഷൻ. ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. അപ്പം ഈ രണ്ടാമത്തെ ഇതോടൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ π/4ലേക്ക് മാറ്റുക. sin 2x നേച്ചർ 0 to π പറഞ്ഞിരിക്കുന്നത്.
ഇപ്പോൾ 0 to പൈയിൽ sin 2x. if 0 less than or equal to x less than or equal to പൈ വരെ മതി. പൈയിൽ sin 2x ബ്രാക്കറ്റിൽ കൊടുക്കാം. sin 2x 0 to പൈയിൽ sin 2xൻ്റെ ഇൻ്റർവെൽസ് കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം 0 തൊട്ട് പൈ വരെ അവിടെ ഇൻ്റർവെൽസ് വരുന്നത് 0 തൊട്ട് പൈ വരെ അവിടെ ടേൺസ് വരുന്നത് π/4ലും 3π/4ലുമാണ്. അപ്പോൾ 0 തൊട്ട് π/4 വരെ ഫങ്ഷൻ ഈസ് ഇൻക്രീസിങ്. π/4 തൊട്ട് 3π/4 വരെ ഫങ്ഷൻ ഈസ് ഡിക്രീസിങ്. 3π/4 മുതൽ പൈ വരെ വീണ്ടും ഫങ്ഷൻ ഈസ് ഇൻക്രീസിങ്. അപ്പോൾ ഈ രീതിയിലായിരിക്കും അവിടെ പ്രോബ്ലം വരുന്നത്. ഈ ഒരു വ്യത്യാസമൊക്കെ നമ്മുടെ പ്രോബ്ലങ്ങൾക്കകത്ത് വരുള്ളൂ. 0 to π/4, π/4 to 3π/4, വീണ്ടും 3π/4 to 2π. കണ്ടോ? 0 to π/4, π/4 to 3π/4. അപ്പോൾ ഈ രീതിയിലായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് വരിക. അടുത്തത് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ഒരു അപ്ലറ്റ് കൺസ്ട്രക്ഷനാണ് പറഞ്ഞിരിക്കുന്നത്. ട്രിഗ്നോമെട്രി ഒന്നുമല്ല, സാധാരണ ഒരു ഗ്രാഫാണ്. അപ്പോൾ നമ്മൾ ഈ ആക്സിസിനെ വീണ്ടും എക്സ് ആക്സിസിലേക്ക് മാറ്റുക. അല്ലെങ്കിൽ ഇവിടെ ഫ്രഷ് പേജ് എടുത്ത് ന്യൂ വിൻഡോ എടുക്കുമ്പോൾ എക്സ് ആക്സിസ് വരുന്ന രീതിയിലായിരിക്കും നമുക്ക് പേജ് കിട്ടുന്നത്. ഞാനിപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടി ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്തേക്കാം. വേണ്ട, നിങ്ങൾ ഓരോന്നും പുതിയ പേജ് എടുത്ത് ചെയ്താൽ മതി. ഇവിടെ വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഗ്രാഫിക്സ് എടുക്കുക, എക്സ് ആക്സിസ് ഡിസ്റ്റൻസ് 1ലേക്ക് മാറ്റാം. ഓക്കെ, അപ്പോൾ അത് മാറി. ഇനിയും ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ f of x is equal to x³ minus 3x² plus 3. x³ minus 3x² plus 3. ഫംഗ്ഷൻ കൊടുത്തു. പ്ലോട്ട് എ പോയിന്റ് എ ഓൺ ദ ഗ്രാഫ്. ഈ ഗ്രാഫിൽ ഒരു പോയിന്റ് പ്ലോട്ട് ചെയ്യുക. പോയിന്റ് പ്ലോട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇഷ്ടമുള്ള പോയിന്റ് നമുക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ പോയിന്റ് 2 പോയിന്റ് എടുത്തു. എൻ്റെ ഇഷ്ടമുള്ളിടത്ത് നമുക്കൊരു പോയിന്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരു പോയിന്റ് സെലക്ട് ചെയ്തു, ഇത് എടുക്കാം. എന്നിട്ട് ഡ്രോ ദ ടാൻജൻറ്റ് ടു ദ കർവ് അറ്റ് എ ആൻഡ് ഫൈൻഡ് ഇറ്റ് സ്ലോപ്പ്. ടാൻജൻറ്റും വരയ്ക്കണം, ഒരു സ്ലോപ്പും വരയ്ക്കണം. അപ്പോൾ ടാൻജൻറ്റ് വരയ്ക്കാനായിട്ട് ഇവിടെ സ്പെഷ്യൽ ലൈൻ, ടാൻജൻറ്റ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ലൈൻ ആണല്ലോ. അപ്പോൾ ടാൻജൻറ്റ് വരയ്ക്കാൻ ഇവിടെ ടാൻജൻറ്റ് ടൂൾ ഉണ്ട്. ടാൻജൻറ്റ് ടൂൾ സെലക്ട് ചെയ്യുക. ഇവിടെ വെക്കുമ്പോൾ അവർ പറയും എന്താ ചെയ്യേണ്ടത്, സെലക്ട് ദ പോയിന്റ് ദെൻ ദ ഫംഗ്ഷൻ. അപ്പോൾ പോയിന്റ് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഫംഗ്ഷൻ സെലക്ട് ചെയ്യുക. ടാൻജൻറ്റ് കിട്ടാനായിട്ട് പോയിന്റ് സെലക്ട് ചെയ്യുക, എന്നിട്ട് ലൈൻ സെലക്ട് ചെയ്യുക, കർവ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ടാൻജൻറ്റ് കിട്ടി. ഇനി സ്ലോപ്പ് കിട്ടാനായിട്ട് ഇവിടെ സ്ലോപ്പ് ഓപ്ഷൻ ഉണ്ട്. 4ാമത്തെ ടൂളിൻ്റെ അകത്ത് സ്ലോപ്പ് ഉണ്ട്. സ്ലോപ്പ് സെലക്ട് ചെയ്യുക. എന്താ ചെയ്യേണ്ടത്, സെലക്ട് ലൈൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്ലോപ്പ് കിട്ടും. അപ്പോൾ ഇതാണ് സ്ലോപ്പ്. അടുത്തത് ഫൈൻഡ് ദ ഇൻ്റർവെൽസ് ഇൻ വിച്ച് ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഏതൊക്കെ ഇൻ്റർവെൽസിലാണ് സ്ലോപ്പ് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് എന്നാണ് നമ്മളോട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ സ്ലോപ്പ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ പോയിന്റ് വെച്ച് ഡ്രാഗ് ചെയ്യുമ്പോൾ ഇങ്ങനെ മാറി വരും. സ്ലോപ്പിനെ നമ്മൾ എം വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യാറ്. അപ്പോൾ എമ്മിൻ്റെ സൈൻ ഇവിടെ നോക്കുകയാണെങ്കിൽ +6.91 ആണ്. അപ്പം സ്ലോപ്പിൻ്റെ നേച്ചർ സൈൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെ ഇൻ്റർവെൽസിലാണ്. അപ്പോൾ ഇൻ്റർവെൽസ് എന്ന് പറയുമ്പം എപ്പോഴും നമ്മൾ എക്സ് ആക്സിസിലാണല്ലോ കട്ട് ചെയ്യാറ്. അപ്പം നേരത്തേതുപോലെ തന്നെ ആദ്യം ഈ ലൈനിനെ ഇടത്തെ സൈഡിൽ കൊണ്ടുവയ്ക്കുക. എപ്പോഴും നമ്മൾ ഇടത്തെ സൈഡിൽ നിന്നാണല്ലോ ചെക്ക് ചെയ്യാറ്. ഇനി ഈ ടേൺ വന്നിരിക്കുന്നത് എക്സ് ആക്സിസിൽ ഏതൊക്കെ പോയിന്റ്സിലാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇപ്പോൾ ടേൺ വന്നിരിക്കുന്നത് ഇവിടെ ഏതൊക്കെ പോയിന്റ്സിലാണ്, 0യിലും അതുപോലെ 2യിലുമാണ്. ടേൺ വന്നിരിക്കുന്നത് 0യിലും അടുത്തത് 2യിലുമാണ്.
നമുക്ക് 3 ഇൻ്റർവെൽസ് കിട്ടി. മൈനസ് ഇൻഫിനിറ്റി, ഇവിടെ പ്ലസ് ഇൻഫിനിറ്റി ഉണ്ട്. അപ്പം മൈനസ് ഇൻഫിനിറ്റി മുതൽ 0 വരെ നോക്കുവാണെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി മുതൽ 0 വരെ നോക്കുവാണെങ്കിൽ സ്ലോപ്പ് ഈസ് പോസിറ്റീവ്. എമ്മിൻ്റെ സൈൻ പ്ലസ് ആണ്. ഇവിടെ അപ്പോൾ അത് 0 ആവേണ്ടതാണ്. ഓക്കെ, അവിടെ ആകുമ്പോൾ അത് 0 ആവേണ്ടതാണ് ടിപ്പിൽ വരുമ്പോൾ. ഇനി മൈനസ് ഇൻഫിനിറ്റി മുതൽ 0 വരെ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആവുന്നിടത്ത് സ്ലോപ്പ് പോസിറ്റീവ് ആണ്. 0 തൊട്ട് 2 വരെ ഇവിടെ നോക്കുകയാണെങ്കിൽ സ്ലോപ്പ് ഉണ്ട്, നെഗറ്റീവാണ്, താഴേക്കാണ് വരുന്നത്. അപ്പോൾ ഡിക്രീസിങ് ആവുമ്പം 0 മുതൽ 2 വരെ സ്ലോപ്പ് 0 മുതൽ 2 വരെ സ്ലോപ്പ് ഇവിടെ മൈനസ് ഇൻഫിനിറ്റി മുതൽ 0 വരെ സ്ലോപ്പ് ഈസ് പോസിറ്റീവ്, അതായത് ഫംഗ്ഷൻ ഇൻക്രീസിങ് ആവുന്നിടത്ത് സ്ലോപ്പ് പോസിറ്റീവ് ആണ്. ഇനി താഴേക്ക് ഫംഗ്ഷൻ ഡിക്രീസിങ് ആവുന്നിടത്ത് സ്ലോപ്പ് നെഗറ്റീവ് ആണ്. അതായത് 0 തൊട്ട് 2 വരെ സ്ലോപ്പ് ഈസ് നെഗറ്റീവ്. വീണ്ടും 2 ഇൻഫിനിറ്റിയിലേക്ക്, ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. അപ്പോൾ സ്ലോപ്പ് ഈസ് വീണ്ടും പോസിറ്റീവ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഇൻ്റർവെൽസ് തിരിഞ്ഞിരിക്കുന്നത് 0-ലും 1-ലുമാണ്. മൈനസ് ഇൻഫിനിറ്റി മുതൽ 0 വരെ ഇവിടെ സ്ലോപ്പ് പോസിറ്റീവ് ആണ്, കാരണം ഇവിടെ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. ഇവിടെ 0 തൊട്ട് 2 വരെ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്, അവിടെ സ്ലോപ്പ് നെഗറ്റീവ് ആണ്. വീണ്ടും 2 തൊട്ട് ഇൻഫിനിറ്റി വരെ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. ഇൻക്രീസിങ് ആവുന്നിടത്ത് സ്ലോപ്പ് വീണ്ടും പോസിറ്റീവ് ആണ്. അപ്പം ഈ രീതിയിലാണ് നമ്മളിതിൻ്റെ ഇൻഫറൻസ് വരുന്നത്. മൈനസ് ഇൻഫിനിറ്റി മുതൽ 0 വരെ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് ഈസ് പോസിറ്റീവ്. 0 to 2 നെഗറ്റീവ്. 2 to ഇൻഫിനിറ്റി വീണ്ടും പോസിറ്റീവ്. മൈനസ് ഇൻഫിനിറ്റി മുതൽ 0 വരെ പോസിറ്റീവ്. 0 to 2 നെഗറ്റീവ്. 2 to ഇൻഫിനിറ്റി വീണ്ടും പോസിറ്റീവ്. ആ രീതിയിലായിരിക്കും ഇത് വരുന്നത്. അടുത്തത് ഈ അപ്ലെറ്റിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് അടുത്ത ഈ ക്വസ്റ്റ്യൻ വരുന്നത്. എഡിറ്റ് ദ ഫംഗ്ഷൻ ഓഫ് f of x to x³ plus x plus 1. ഡബിൾ ക്ലിക്ക് ഓൺ ദ ഗ്രാഫ് ആൻഡ് എഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗ്രാഫിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ ഫംഗ്ഷൻ ഇങ്ങോട്ടേക്ക് മാറ്റാൻ പറ്റും. എന്നിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ ടാൻജൻ്റ് സ്ലോപ്പിൻ്റെ പ്രത്യേകത എന്താണ് ഇത് കാണിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഫംഗ്ഷൻ x³ plus x plus 1 ഫംഗ്ഷൻ ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ വരും x³ പ്ലസ് എക്സ് പ്ലസ് 1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, x³ പ്ലസ് x പ്ലസ് 1, അല്ലെങ്കിൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യാമായിരുന്നു. അപ്പോൾ ഈ ബ്ലൂ മാറിയിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, അപ്പോൾ ബ്ലൂ മാറും. എന്നിട്ട് വേണം നമ്മൾ എഡിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ സ്ലോപ്പ് ഒത്തിരി മുകളിലാണ് പോയി നിൽക്കുന്നത്. പിന്നെ താഴേക്ക് വെക്കാം. Okay, edit the function to either x³ plus x plus 1. What is the peculiarity of the slope of the tangent? What does it infer? സ്ലോപ്പിൻ്റെ നേച്ചറാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇടത്തെ സൈഡിൽ നിന്നാണല്ലോ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യാറ്. ഇടത്തെ സൈഡിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ലോപ്പ് എം ഇപ്പോൾ ഇവിടെ പോസിറ്റീവാണ്. ഈ സ്ലോപ്പ് പോകുമ്പോഴെല്ലാം സ്ലോപ്പിൻ്റെ സൈൻ എമ്മിൻ്റെ സൈൻ പോസിറ്റീവായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇത് തന്നെയാണ് ഇവിടെ പോസിറ്റീവായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇവിടെയും പോസിറ്റീവായിട്ടാണ്. ഇതൊരു സ്ലൈറ്റ് ടേൺ ആണ്, വലിയ ടേൺ എന്നല്ല, യു ഷേപ്ഡ് ടേണിലാണ് നേച്ചർ മാറുന്നത്, പ്ലസ് മൈനസും ഒക്കെ ആവുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം എം പോസിറ്റീവാണ്. അങ്ങ് മേളിലേക്ക് പോവാണ്. മേളിലേക്ക് പോകുമ്പോൾ അത്
പോസിറ്റീവായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ്, ഇടത്തെ സൈഡിൽ നിന്ന് വലത്തേക്കാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? സ്ലോപ്പ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. അത് കാണിക്കുന്നത് എന്താണ്? ഫംഗ്ഷൻ ഈസ് ഓൾവേസ് ഇൻക്രീസിങ് ഇൻ ദി ഇൻ്റർവൽ -∞ to +∞. അപ്പോൾ ഇവിടെ ടേൺസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇൻ്റർവൽ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ -∞ മുതൽ ∞ വരെ സ്ലോപ്പ് ഈസ് ഓൾവേസ് പോസിറ്റീവ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഈസ് ഓൾവേസ് ഇൻക്രീസിങ് എന്നാണ് പറയുന്നത്. നമുക്ക് എന്ത് എഴുതാം? സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ് ഇംപ്ലൈസ് ഫംഗ്ഷൻ ഈസ് ഓൾവേസ് ഇൻക്രീസിങ് ഇൻ R. Last question. Draw the graph of the function f of x is equal to 8x cube minus 9x square minus 15x. ഇതിനകത്ത് വേറൊരു ക്വസ്റ്റ്യൻ പോസിബിലിറ്റി ഉള്ളത്, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ അകത്തും ഓക്കെ, ഇതിൻ്റെ അകത്ത് ഇത് വേറെ ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യൻ്റെ അകത്തും ഇവിടെ നമ്മളോട് ഒരു ഫംഗ്ഷൻ എഡിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് എഡിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെയും നമുക്ക് ഓൾവേസ് ഇൻക്രീസിങ് ആയിട്ടുള്ളൊരു ഗ്രാഫാണ് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ ആയിരിക്കും ഇതിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ വരുന്നത്. ഇനിയും ഇതല്ലാതെ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനകത്ത് നമ്മളോട് ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അത് എഡിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഏത് ഫംഗ്ഷനിലേക്കാണ്? 2 - x cube minus 2x എഡിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കത് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മളോട് എഡിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ ഗ്രാഫിൽ ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഫംഗ്ഷൻ 2 - x cube minus 2x. അപ്പോൾ ഈ രണ്ട് കേസസ് ആണ് നമുക്ക് വരാനായിട്ട് സാധ്യതയുള്ള കേസസ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഈ ഗ്രാഫിൻ്റെ അകത്ത് ഇടത്തെ സൈഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ സൈഡാണ്. അപ്പോൾ ഇത് മേളിലാണ് ഈ ഇടത്തെ സൈഡ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ സ്ലോപ്പ് കണ്ടോ നെഗറ്റീവായിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു നേച്ചർ മനസ്സിലാവും. എപ്പോഴും ഡിക്രീസിങ് ആണ് കണ്ടോ, സ്ലോപ്പ് എപ്പോഴും നെഗറ്റീവായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്താൽ, ഇടത്തുനിന്ന് വലത്തേക്ക് വരുമ്പോൾ സ്ലോപ്പ് ഈസ് ഓൾവേസ് നെഗറ്റീവ്, ദാറ്റ് ഈസ് ദ ഫംഗ്ഷൻ ഈസ് ഓൾവേസ് ഡിക്രീസിങ്. സ്ലോപ്പ് ഈസ് ഓൾവേസ് നെഗറ്റീവ്, ദാറ്റ് ഈസ് ദ ഫംഗ്ഷൻ ഈസ് ഓൾവേസ് ഡിക്രീസിങ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയൊന്നുമില്ല. ഓക്കെ, ഇതാണ് നമുക്കിവിടുന്ന് ഇൻഫർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇവിടുന്ന് താഴേക്ക് വരുമ്പോൾ ഇങ്ങോട്ടേക്ക് താഴേക്ക് ഇറങ്ങിയാണ് വരുന്നത്. ഇടത്തുനിന്ന് വലത്തേക്ക് പോകുമ്പോൾ സ്ലോപ്പ് ഈസ് ഓൾവേസ് നെഗറ്റീവ്. അപ്പോൾ ഈ രണ്ട് കേസസ് ആണ് നമുക്ക് ചോദിക്കാവുന്നത്. എന്തായാലും ഈ പാറ്റേണിൽ ചോദിക്കുകയുള്ളൂ. നിങ്ങൾക്ക് നോക്കി തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്നത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ്റെ അകത്ത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതും ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പേജിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ പുതിയ ജിയോജബ്ര എടുക്കാം, അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്തിട്ടാണെങ്കിലും ചെയ്താൽ മതി. എക്സാമിന് ചെയ്യുമ്പോൾ സേവ് ചെയ്തിട്ട് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഫംഗ്ഷൻ 8x cube minus 9x square minus 15x ഇൻപുട്ട് ചെയ്യാം. 8x cube minus 9x square minus 15x ഇൻപുട്ട് ചെയ്യാം. എന്നിട്ട്
Draw the graph of f dash and hence find the intervals in which f of x is increasing or decreasing. f dash വരച്ചിട്ട് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ആവുന്ന ഇൻ്റർവെൽസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഡയറക്റ്റ് ഇൻക്രീസിങ് ഡിക്രീസിങ് ഇൻ്റർവെൽ കണ്ടുപിടിക്കാനായിരുന്നു പറഞ്ഞിരുന്നത്. കാരണം ഇതിനകത്ത് ടേൺ വരുന്നത് നമുക്ക് പക്കായിട്ട് വിസിബിൾ ആയിരുന്നു. പക്ഷേ ഇതിൻ്റെ അകത്ത് വരുമ്പോൾ നോക്കിയാൽ അറിയാം ഈ ടേൺ വന്നിരിക്കുന്നത് എവിടെയാണ് എന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല. അതുപോലെ ഇവിടെ താഴെയും ടേൺ വന്നിരിക്കുന്നത് എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? അവിടെയാണ് നമ്മൾ എഫ് ഡാഷ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ ഉണ്ട്. ഇതിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് 8x³ ഡെറിവേറ്റീവ് 24x² മൈനസ് 18x മൈനസ് 15 ഇങ്ങനെ നമുക്ക് ടൈപ്പ് ചെയ്യാം. അല്ലെങ്കിൽ എളുപ്പത്തിന് എഫ് ഉണ്ടല്ലോ, അപ്പോൾ എഫ് ഡാഷ് നമ്മൾ കൊടുത്താൽ മതി. എഫ് ആണെങ്കിൽ എഫ് ഡാഷ്, എച്ച് ആണെങ്കിൽ എച്ച് ഡാഷ്. അപ്പോൾ എഫ് ഡാഷ് എക്സ് ആക്സിസിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ്സിലായിരിക്കും നമ്മുടെ ടേൺസ് വരുന്നത് എന്ന് നമ്മൾ ഫസ്റ്റ് പ്രോബ്ലത്തിൽ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചായിരുന്നു. അപ്പോൾ നമ്മളിവിടെ പോയിന്റ്സ് എടുക്കുക, ഇൻ്റർസെക്ഷൻ എടുക്കുക, എഫ് ഡാഷ് എക്സ് ആക്സിസുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്സ് കണ്ടുപിടിക്കുക. അപ്പോൾ ഈ രണ്ട് പോയിന്റ്സാണ് വരുന്നത്. ഏതാ 1.25ഉം 0.5ഉം. എയിൽ വരുന്നത് -0.5ഉം ബിയിൽ വരുന്നത് 1.25. ഈ രണ്ട് പോയിന്റ്സാണ് വരുന്നത്. (8x³ minus 9x² minus 15x). എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ കണ്ടുപിടിച്ചു. ഡെറിവേറ്റീവ് മീറ്റ് ചെയ്യുന്ന പോയിന്റ്സ് ഇതാണ്. ഇത് ജസ്റ്റ് ഒന്ന് വിസിബിൾ ആക്കുക. ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് എടുത്ത് നെയിം ആൻഡ് വാല്യൂ കൊടുക്കുക. അതുപോലെ ഇവിടെയും ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് എടുത്ത് നെയിം ആൻഡ് വാല്യൂ കൊടുക്കുക. ജസ്റ്റ് ബിയിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഈ രണ്ട് ഓപ്ഷൻസാണ് നമ്മൾ എടുക്കുന്നത്. ഇത് ആക്സിസ് മാറ്റാനായിട്ടാണ്. ഇത് ഈ ഫസ്റ്റിലാണ് നെയിം ആൻഡ് വാല്യൂ കൊടുക്കാറ്. ആവുന്നില്ല. ഇല്ലെങ്കിൽ നമുക്കിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് എടുക്കുക. അവിടെ നെയിം ആൻഡ് വാല്യൂ സെലക്ട് ചെയ്യുക. ഓക്കെ, ലാപ്ടോപ്പ് ഹാങ് ആവുന്നതിൻ്റെയാണ്, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ബിയുടെ കോർഡിനേറ്റ് 1.25 ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഇത് -∞ ഉണ്ട്. ഈ ഫസ്റ്റ് ടേൺ വന്നിരിക്കുന്നത് എവിടെയാണ്? ഈ പോയിന്റിലാണ്. ആ പോയിന്റാണ് -0.5 -0.5. അതുപോലെ 0 തൊട്ട് അടുത്ത പോയിന്റ് ബിയുടെ എക്സ് കോർഡിനേറ്റ് വരുന്നത് 1.25. ഇതാണ് ഈ പോയിന്റാണ് 1.25 ആണ് പോയിന്റ്. ബി തൊട്ട് ഇവിടെ വരുമ്പോൾ +∞. ഇങ്ങനെയാണ് നമ്മുടെ ഇൻ്റർവെൽ വന്നിരിക്കുന്നത്. -∞ മുതൽ -0.5 വരെ നമ്മുടെ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ്. 0.5 മുതൽ 1.25 വരെ ഫംഗ്ഷൻ ഈസ് ഡിക്രീസിങ്. 1.25 മുതൽ ∞ വരെ വീണ്ടും ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ്. ഇത് നമ്മളൊന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മളൊന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഈ ടേൺ വന്നിരിക്കുന്നത് -0.5ലും ഈ ടേൺ വന്നിരിക്കുന്നത് 1.25ലുമാണ്. അവിടെ വെച്ചാണ് നമ്മുടെ ഇൻ്റർവെൽ കട്ടായി നമ്മുടെ അതിൻ്റെ നേച്ചർ മാറുന്നത്. ഇതാണ് ലാബ്.